ഇ- ആഹ് താൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, താനെന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ വന്നിരുന്നു, ആ ഒരു മൈക്കിൽ വന്നിരുന്ന സമയത്ത് ഒന്നും താൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇയാളോട് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, എടോ എന്നെ ഒന്ന് പരിചയമാക്കുമെന്ന്. ആദ്യം ഇയാളുടെ വോയിസ് കേട്ടപ്പോ ആഹ് ഒരു ജാട എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അതിനുശേഷം സംസാരിക്കുന്ന സമയത്തും ഇയാളൊരു ഡിസ്റ്റൻസ് ഇട്ട് സംസാരിച്ചപ്പോ, ഓ, നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പോകെ പോകെ നമ്മൾ കുറെ സംസാരിച്ചു, ഗെയിം കളിച്ചു. ഗെയിം കളിച്ച ആ ഒരു സമയത്ത് ഇയാളുടെ ആ ഒരു സംസാരിക്കുന്ന രീതി, ആ ഗെയിമിലുള്ള ആ ഒരു ഇതും, അപ്പൊ എന്നെ കൂടുതൽ കൂടുതലായിട്ട് ഇയാളോട് സംസാരിക്കാൻ എന്നെ വല്ലാണ്ട് പ്രേരിപ്പിച്ചു. അപ്പോ ഒരു ദിവസം നമ്മൾ കുറേ സമയം ഇരുന്ന് സംസാരിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? അന്ന് സംസാരിച്ചപ്പോ എന്തോ എന്റെ വൈബിന് പറ്റിയ ഒരാളാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ്, എനിക്ക് കൂടെ കൂട്ടാൻ പറ്റിയ ഒരാളാണെന്ന് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കി. ഒരു ദിവസം സംസാരിച്ചു, 2 ദിവസം സംസാരിച്ചു, 3 ദിവസം സംസാരിച്ചു. പിന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ കയറുന്നത് തന്നെ ഇയാളോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ എന്തോ നമുക്ക് ആദ്യം സംസാരിക്കാൻ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. പക്ഷെ ആ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പതിയെ പതിയെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വല്ലാണ്ട് അടുത്തു. വല്ലാണ്ട് എന്നെ എന്നെ ഒരു കാന്തിക ശക്തി അടുപ്പിക്കുന്ന പോലത്തെ ഒരു ഫീലില് എനിക്കന്ന് ഞാൻ വല്ലാണ്ട് നിന്നോട് അടുത്തു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം മറ്റാരുടെ കൂടെ ഇരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിന്റെ കൂടെ എടുത്തിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരും പറയുന്ന പോലെ ഒരു സീപ്പി അടിക്കാൻ അങ്ങോട്ടേക്ക് വന്ന് ഹെഡ് ചെയ്ത് ചോദിക്കാൻ എന്റെ ഈഗോ എന്നെ അനുവദിച്ചില്ല. പക്ഷെ ഈ ഒരു അവസരത്തില് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയാളൂ, എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. എന്റെ കൂടെ കൂട്ടാൻ, ഇയാളുടെ കൂടെ കുറെ നേരം ഇരിക്കാൻ, ഇയാളുടെ എല്ലാ പൊട്ടത്തരങ്ങളും വികൃതികളും ഒക്കെ അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പെട്ടെന്നൊരു ഉത്തരവാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ലതുപോലെ ആലോചിച്ച് ഇയാളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഫീലിങ്സ് എന്നോട് പറയാം. എനിവേ, റിയലി ഐ ലവ് യു വേദിക. കഴിഞ്ഞു 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 കഴിഞ്ഞു.